ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവിന്ദനെ കൊണ്ട് ചാരു സത്യം ചെയ്യിപ്പിക്കുകയാണ്. ഞാൻ ശ്രേയയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ളത് അക്കുചേട്ടൻ ഒരിക്കലും അറിയരുത്. അക്കുചേട്ടനും ശ്രേയയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞ കാരണം എന്ത് തന്നെയാണെങ്കിലും എന്ത് തന്നെ വിഷയമുണ്ടായാലും ഗോവിന്ദ മാമ അതൊരിക്കലും അക്കുചേട്ടനെയോ മറ്റുള്ളവരെയോ ആരെയും അറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാരു ഗോവിന്ദനിൽ നിന്നും സത്യം വാങ്ങിക്കുകയാണ്. അങ്ങനെ ഗോവിന്ദൻ ചാരുവിന് സത്യം ചെയ്തു കൊടുക്കാണ്. ഒരു കാരണവശാലും ഞാനായിട്ട് ആരെയും അറിയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ കരഞ്ഞുകൊണ്ട് വിഷമത്തോടു കൂടിയാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ചാരു നേരെ ആകാശിൻ്റെ റൂമിലേക്ക് ചെല്ലാണ്ടോ. ഈ സമയം ശ്രേയ ആണെങ്കിലോ ആകാശ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഓർക്കുകയാണ്. ആകാശ് തിരിച്ചു കൊടുത്ത ആ മോതിരമൊക്കെ എടുത്തുകൊണ്ട് ആകാശ് പറഞ്ഞതും ചാരുവിനെ ഒരിക്കലും ഇനി ഞാൻ ഉപേക്ഷിക്കില്ലെന്നും എൻ്റെ ഭാര്യയായി ഞാനിപ്പോൾ ചാരുവിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രേയ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആകാശിനെയും ചാരുവിനെയും ഒരു കാരണവശാലും ഞാൻ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ രാത്രിയിൽ തന്നെ ശ്രേയ കാറുമായിട്ട് അവിടെ നിന്നും പോവാണ്. എന്നിട്ട് ഓഫീസിലെ സ്റ്റാഫിനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് ആകാശിനോട് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് എത്താൻ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. ഈ സമയം ചാരു ആകാശിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ആകാശാണെങ്കിലോ ശ്രേയയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്, മൊബൈൽ കയ്യിൽ പിടിച്ചോണ്ട്. അപ്പോൾ അക്കുച്ചേട്ടാ ഇതാ ഈ മരുന്ന് കഴിക്കുക എന്ന് ആകാശിനെ മരുന്ന് കുടിപ്പിക്കാൻ കേട്ടോ. അങ്ങനെ ആകാശം മരുന്ന് കുടിച്ച ശേഷം വീണ്ടും മൊബൈലിലേക്ക് നോക്കുന്ന സമയത്ത് മതി, മൊബൈലിലൊന്നും നോക്കണ്ട, പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക് അക്കുച്ചേട്ടൻ. ഇല്ല, എനിക്ക് കുറച്ച് പണിയുണ്ട്, എന്ത് തന്നെ പണിയാണെങ്കിലും ശരി, ഇനി ഇതെല്ലാം നാളെ രാവിലെ എണീറ്റ് നോക്കിയാൽ മതി, ഇനിയിപ്പോൾ മൊബൈൽ എടുക്കണ്ട എന്ന് പറഞ്ഞ് ചാരു ആകാശിൻ്റെ കയ്യിൽ നിന്നും ആ ഫോൺ അങ്ങ് വാങ്ങിയിട്ട് അവിടെ വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ് ചാരു ആകാശിനോട് ഉറങ്ങാൻ പറയാണ്. അങ്ങനെ ആകാശ് ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആകാശ് നല്ല ഉറങ്ങുകയാണ്. മരുന്നിൻ്റെ ക്ഷീണം കൊണ്ട് തന്നെ ആകാശ് ഒന്നും അറിയാതെ അങ്ങ് മയങ്ങി പോവുകയാണ് കേട്ടോ. ആ സമയത്താണ് ആകാശിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അപ്പോൾ ചാരു ഉറങ്ങാൻ കിടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കോള് കേൾക്കുന്ന സമയത്ത് ചാരു എണീറ്റിട്ട് ആ കോള് നോക്കുന്ന സമയത്ത് ഇത് ഓഫീസിൽ നിന്നാണെന്നുള്ളത് ചാരുവിന് മനസ്സിലാവാണ്ട്. അങ്ങനെ ചാരു ആ കോൾ എടുക്കുകയാണ്. എന്നിട്ട് ഹലോ എന്ന് പറഞ്ഞപ്പോൾ അല്ല സാറില്ല എവിടെ എന്ന് ചോദിക്കുമ്പോൾ നല്ല ഉറക്കത്തിലാണ് അക്കുചേട്ടൻ, ആരാണ് എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഓഫീസിൽ നിന്നാണ്, ആകാശ് സാറിനോട് പെട്ടെന്ന് തന്നെ ഓഫീസിലെത്താൻ വേണ്ടി ശ്രേയ മേഡം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചാരുവിന് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ ചാരു പറയാണ് ഇല്ല, ഇപ്പോൾ ചേട്ടനെ ഈ സമയത്ത് ഓഫീസിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല, കാരണം നിങ്ങളെന്താ 24 മണിക്കൂറും അക്കുചേട്ടനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണോ? അക്കുചേട്ടന് സുഖമില്ലാത്തത് കൊണ്ട് മരുന്ന് കുടിച്ച് ക്ഷീണത്തിലാണ്, മരുന്ന് കുടിച്ച് ഇപ്പോൾ കിടന്നതേ ഉള്ളൂ, ഇപ്പോൾ വിളിക്കാൻ പറ്റില്ല, എന്ത് ജോലിയാണെങ്കിലും ശരി അത് നാളെ രാവിലെ ഓഫീസിൽ വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദേഷ്യപ്പെട്ടിട്ടാണ് ചാരു ഫോൺ വെക്കുന്നത്. അങ്ങനെ ശ്രേയ ചോദിക്കുകയാണ് എന്തായി, ഫോൺ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ഫോൺ വിളിച്ചു, പക്ഷേ ആകാശ് സാറിൻ്റെ ഭാര്യയാണ് ഫോൺ എടുത്തത്, ആകാശ് സാറ് നല്ല മയക്കത്തിലാണെന്നാണ് പറഞ്ഞത്, എന്തോ സുഖമില്ലത്രേ, അപ്പോൾ മരുന്ന് കുടിച്ച് ഉറങ്ങി എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ജോലിക്ക് വേണ്ടി വിളിച്ചാൽ ഉടനെ തന്നെ ജോലിക്ക് വേണ്ടി വരണം, അതാണ് ചെയ്യേണ്ടത്, നമ്മളെല്ലാവരും ഉറക്കമൊഴിച്ചിട്ട് തന്നെയല്ലേ ജോലി ചെയ്യുന്നത്, നമുക്കെല്ലാവർക്കും ഉണ്ട് നല്ല ക്ഷീണവും തളർച്ചയും ഒക്കെ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നീ കറണ്ട് ഓഫീസിലേക്ക് വിളിച്ച് അവിടെ നിന്നും ആകാശിൻ്റെ ഏരിയയിലുള്ള കറണ്ടിൻ്റെ ലൈൻ അങ്ങ് ഓഫാക്കാൻ വേണ്ടി പറഞ്ഞേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ അയാൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയാണ്. കറണ്ട് ഓഫീസിലേക്ക് വിളിച്ച് ആകാശിൻ്റെ ഏരിയയിലുള്ള ആ ഭാഗത്തെ ലൈൻ ഓഫാക്കാൻ പറയാണ്, കറണ്ട് ഓഫാക്കാൻ വേണ്ടി പറയണം. അങ്ങനെ പിന്നെ നേരെ ശ്രേയ ആകാശിൻ്റെ വീട്ടിലേക്കാണ് അവിടെ നിന്ന് പോകുന്നത്. ഈ സമയം കറണ്ട് പോയതോടുകൂടി പെട്ടെന്ന് ചാരു അങ്ങ് എണീക്കുകയാണ് വയർത്ത് കുളിച്ചിട്ട്. അപ്പോൾ ഇതെന്താ കറണ്ട് പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട്, അപ്പോൾ ആകാശ് മരുന്ന് കുടിച്ചത് കൊണ്ട് നല്ല മയക്കത്തിലാണ്. അങ്ങനെ ചാരു ഒരു മെഴുകുതിരെടുത്ത് കത്തിച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അക്കുച്ചേട്ടൻ നല്ല ഉറക്കത്തിലാണ്, ഇനിയിപ്പോൾ ചൂട് കാരണം വയർത്ത് എണീക്കുകയാണാവോ, അതുകൊണ്ട് ഞാൻ തന്നെ വീശിക്കൊടുക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഒരു വിശറി എടുത്ത് ആകാശിൻ്റെ തൊട്ടടുത്ത് പോയിരുന്ന് ചാരു വീശിക്കൊടുക്കുകയാണ്. അക്കുച്ചേട്ടൻ സുഖമായി ഉറങ്ങിക്കോട്ടെ, ഇനിയിപ്പോൾ നാളെ രാവിലെ എണീറ്റ് പോവാനുള്ളത് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വിശ്രമിക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ അക്കുച്ചേട്ടൻ കറണ്ട് പോയത് അറിയണ്ട എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ചാരു വിശറി എടുത്ത് വീശുകയാണ്. ഈ സമയം അനുവും അശ്വതിയും രമേശനും ഹേമയും ബാലനും ഗോവിന്ദനൊക്കെ ചൂടെടുത്തത് കൊണ്ട് ഉണരുകയാണ്, കറണ്ട് പോയ കാരണം. അങ്ങനെ എല്ലാവരും കൂടി പുറത്ത് പോയിട്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ബാലൻ പറയണ അല്ല എല്ലാവരും ഉണർന്നു, പക്ഷേ ചാരുവും ആകാശവും എന്താ ഉണരാത്തത്, അവരെന്താ ഉറങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ പറയണ. മനു നീ പോയി ചോദിക്ക്, അവർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി വരാൻ വേണ്ടി പറയും. അവർ ഇപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ താഴെ ഉണ്ട് എന്ന് അറിയാഞ്ഞിട്ടാവും, നീ പോയി നോക്ക് എന്ന് പറഞ്ഞ് അനുവിനെ പറഞ്ഞു വിടട്ടോ. അങ്ങനെ അനു ഇവർ കിടക്കുന്ന റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ചാരു ആകാശിനിങ്ങനെ വിഷറി ഉപയോഗിച്ച് വീശി കൊടുക്കുന്നത് കാണുമ്പോൾ, ചേച്ചി എന്താ ഈ കാണിക്കുന്നത്, കറണ്ട് പോയതല്ലേ, എന്തിനാണ് ഇങ്ങനെ വീശി കൊടുക്കുന്നത്? അച്ഛൻ പറഞ്ഞു ആകാശേട്ടനോടും ചാരു ചേച്ചിയോടും താഴേക്ക് ഇറങ്ങി വരാൻ, നിങ്ങൾ താഴേക്ക് വാ എന്ന് പറയുമ്പോൾ അനു നീ ഒന്നും മിണ്ടാതിരിക്കുക, അക്കുചേട്ടൻ ഇപ്പോൾ മരുന്ന് കുടിച്ചൊന്നും മയങ്ങിയതേ ഉള്ളൂ, ഇനിയിപ്പോൾ നീ ഒച്ച എടുത്തിട്ട് അക്കുചേട്ടൻ ഉണരണ്ട, ഞാൻ വീശി കൊടുത്തോളാം കറണ്ട് വരുന്നവരെ എന്ന് പറയുമ്പോൾ, അത് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, നിങ്ങളോട് എല്ലാവരോടും താഴേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയാണ്. അങ്ങനെ ഇവർ സംസാരിക്കുന്ന ആ ഒരു സൗണ്ട് ആകാശ് കേൾക്കുകയാണ്. അപ്പോൾ ആകാശ് പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കി, എന്താ പ്രശ്നം, നീ എന്താ വിഷറിയുമായിട്ട് നിൽക്കുന്നത് ചാരു എന്ന് ചോദിക്കുമ്പോൾ അനു പറയണേ, കറണ്ട് പോയി ചേട്ടാ, അപ്പോൾ അച്ഛനാണ് നിങ്ങളോട് താഴേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്, ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ആകാശേട്ട നല്ല ഉറക്കത്തിലാണ്, പക്ഷേ ചാരു ചേച്ചി ഉറങ്ങാതെ ആകാശേട്ടന് വീശിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആകാശ് പറയും, എന്തിനാണ് ചാരു നീ വീശുന്നത്, നിന്റെ കൈ കടയില്ലേ, നീ എന്തിനാ വീശിയത് എന്ന് അത് സാരമില്ല, അക്കുചേട്ടൻ ഇപ്പോൾ മരുന്നൊക്കെ കുടിച്ച് മയക്കത്തിലാണ്, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്, അച്ഛൻ എന്തായാലും നിങ്ങളോട് താഴേക്ക് വരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാനിതാ വരുന്നു, നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയണ്. അങ്ങനെ ആകാശും ചാരുവും കൂടി താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ബാലൻ ഗോവിന്ദനെ കൊണ്ട് കറണ്ട് ഓഫീസിലേക്ക് വിളിപ്പിക്കുകയാണ്. എന്താണ് ഈ ഏരിയയിൽ കറണ്ട് ഇല്ലാത്തത് എന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ലൈന് ക്ലിയർ ആക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് കറണ്ട് വരും എന്ന് പറഞ്ഞ് അവർ ഫോണ് കട്ടാക്കുകയാണ്. അപ്പോൾ ശ്രേയ പറഞ്ഞിട്ടാണ് എന്നൊന്നും പറയാതെ അവർ കള്ളം പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാൻ കേട്ടോ. ഈ സമയം പെട്ടെന്നാണ് അവരുടെ ഉമ്മറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ചാരുവും ആകാശും കൂടി താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ബാലൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ കറണ്ട് പോയതൊന്നും അറിഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അറിഞ്ഞിരുന്നില്ല, എൻ്റെ തൊട്ടരികിലിരുന്ന് ചാരു എനിക്ക് വീശി തരികയായിരുന്നു അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അത് ഹേമ അങ്ങനെ അവളൊരു സിമ്പതി പിടിച്ചു പറ്റുന്നത് കണ്ടില്ലേ, ആകാശിനെ അവൾക്ക് കയ്യിലെടുക്കണം, അതിനാണ് അവൾ ഇങ്ങനെയൊക്കെ സോപ്പിടുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ഹേമ നിൽക്കുന്നത്. ഈ സമയം കാറ് വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇതിപ്പോൾ ആരാണ് എന്നുള്ള ഭാവത്തിൽ എല്ലാവരും നോക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അതിലെ ഒരു സ്റ്റാഫ് ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നത് ആകാശ് സാർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ആകാശ് ആ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ, അത് മേഡം പെട്ടെന്ന് തന്നെ സാറിനോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നേരത്തോ, ഇതെന്താ രാത്രിയാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ജോലിയാണെങ്കിലും ശരി നാളെയാണ് ചെയ്യുകയുള്ളൂ, ഇതെന്താ ആൾക്ക് റെസ്റ്റ് ഒന്നും വേണ്ടേ, 24 മണിക്കൂറും ഓഫീസിന് വേണ്ടി മാത്രം ജോലി ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ശ്രേയ ഗ്ലാസ് താത്തുകയാണ്. കൂടുതൽ സംസാരിക്കേണ്ട, ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മാത്രം മതി, ഇപ്പോൾ പെട്ടെന്ന് കാറിൽ കയറ് എന്ന് പറയട്ടോ. അങ്ങനെ ആകാശ് കൈകൊണ്ട് കാണിക്കുകയാണ്, ഞാനിപ്പോൾ വരാം, എൻ്റെ കൂടെ മേഡമുണ്ട്, ഞാൻ ഒരു ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് കൈകൊണ്ട് കാണിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ബാലനും ചാരും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവാണ്, ഇതിപ്പോൾ എന്താണ് പെട്ടെന്നൊരു ജോലിക്ക് വിളിക്കുന്നത്, എന്താ 24 മണിക്കൂറും എൻ്റെ മോന് ഇവിടെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണോ, അവിടെ എന്താ വേറെ സ്റ്റാഫുകൾ ആരുമില്ലേ, ഇതെന്താണ് ഈ മേഡം കാണിക്കുന്നത് എന്നൊക്കെ ബാലൻ പറയണം. അപ്പോൾ ചാരുവിന് അത് ശ്രേയ മനഃപൂർവ്വം ചെയ്യിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദനും മനസ്സിലാകുന്നുണ്ട് പക തീർക്കുകയാണെന്നുള്ളത്. ആകാശിന് മനസമാധാനവും സ്വൈര്യവും കൊടുക്കില്ല എന്നുള്ളത് ആ മേഡം തീരുമാനിച്ചിട്ടതുപോലെ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ഗോവിന്ദന് മനസ്സിലാവാണ്. അങ്ങനെ നേരെ ശ്രേയാഫും ആകാശും കൂടി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ അവരെ രണ്ടുപേരെയും ഇറക്കി വിട്ടിട്ട് ശ്രേയ പറയാണ്, ഇവിടെ നല്ല ക്ലീൻ ആക്കി ബ്ലീച്ചിങ് പൗഡറും കൊതുകിനുള്ള മരുന്നും എല്ലാം പണിക്കാരെ വെച്ച് ചെയ്യിപ്പിച്ച ശേഷം എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഫോട്ടോ എടുത്ത് അയക്കണം. നാളെ ഹോസ്പിറ്റലിലേക്ക് മിനിസ്റ്റർ ഇൻസ്പെക്ഷന് വേണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ നല്ല ക്ലീൻ നീറ്റായിട്ട് വേണം എനിക്ക് കാണേണ്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാവരുത്, എത്ര ജോലിക്കാരെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രേയ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആകാശ് ശ്രേയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ഇനി മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ചാരുവിനെ ഞാൻ വിവാഹം കഴിച്ചത് കൊണ്ടുള്ള പക തീർക്കുകയാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആകാശും വിട്ടുകൊടുക്കാതെ ശ്രേയോട് മറുപടി ഒന്നും പറയാതെ അവിടെ ആളുകളെ വെച്ച് ഹോസ്പിറ്റൽ മൊത്തം ക്ലീൻ ആക്കുകയാണ്. പിന്നെ ശ്രേയ അവിടെ നിന്ന് പോവാണ്. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും, നിന്നെ സ്വസ്ഥതയും സമാധാനവും ഇനി നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ശ്രേയ പോകുന്നത്.